ബ്രദറെ, ഒന്ന് ഭക്ഷണം കഴി. ഒന്ന് ചെല്ലേ. അതേ കരിസാറേ, ഇങ്ങനെ വിഷമിച്ചാൽ എങ്ങനെയാ? ഇത് ലോകത്ത് അവസാനത്തെ പെണ്ണൊന്നുമല്ലല്ലോ. സംഭവം ശരിയാ. സാർ സ്വല്പം കരിഞ്ഞു പോയി, വെള്ളം അടിച്ച് കുറച്ച് ഓഞ്ഞും പോയി എന്ന് വെച്ച് ഏതെങ്കിലും ഒരു കൂതർ പെണ്ണ സാറ് കിട്ടാതിരിക്കോ? ഒന്നുകളെയും പന്നി, എനിക്ക് കളറില്ലെന്നും ഗ്ലാമറില്ലെന്നൊക്കെ ഞാൻ പറയും. അത് കേട്ട് ഇങ്ങോട്ട് തമ്മന്നുണ്ടല്ലോ, കുത്തി കുടലെടുക്കും ഞാൻ. ഓ, തിരുപ്പതിയായി. ഞാൻ നിർത്തിയേ. കരിസാർ, രാജ സാറേ, സാറ് കഴിക്കും. കരി സാർ ഇങ്ങനെ ആയിപ്പോയി. കരി സാറിന് ലുക്കില്ലെന്ന് മാത്രമല്ല, ബുദ്ധിയില്ല, വിവരമില്ല. ബ്രദറിനെ കുറിച്ച് അനാവശ്യം പറയുന്നു. ചവിട്ടി പരിപ്പെടുക്കുന്നു. എന്തേ? ഞാനും നിർത്തി. നിങ്ങൾ വയ്ക്കോ. ഓ, വാ ബ്രദറെ, വാ, വന്ന് ഭക്ഷണം കഴിക്കേ. എനിക്ക് വിശപ്പില്ല. എനിക്ക് വിശക്കുന്നുണ്ട്. ബ്രദർ കഴിച്ചോ, എനിക്ക് വേണ്ടി ആരും കാത്തിരിക്കണ്ട, എന്നെ വിട്ട്. ശരിയാ ബ്രദറെ, തെറ്റായിപ്പോയി, പറ്റിപ്പോയി. ഒരുമിച്ച് താലി കെട്ടി ഒരുമിച്ച് ഈ വീട്ടിലേക്ക് ഞാനും ബ്രദറും നമ്മുടെ പെണ്ണുങ്ങളൊക്കെ കൂടെ കയറി വരുന്നത് സ്വപ്നം കണ്ടതിൽ വന്നുപോയ തെറ്റാ. ബ്രദർ അങ്ങ് ക്ഷമിക്ക്. അതല്ല ബ്രദറെ. ഒന്നുമില്ല, ഞാൻ പോവാം. അവരുടെ വീട്ടിൽ ചെന്ന് പറയാം. സമ്മതിക്കും, സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിപ്പിക്കും. എന്നിട്ട് ഒതുങ്ങില് കാല് പിടിക്കും. എന്താ? അയ്യേ, ബ്രദർ എന്തൊക്കെയാ പറയുന്നത്? നടത്തും ബ്രദറെ. ഏത് കഴുതയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ശരി, ബ്രദറിന്റെ കല്യാണം ഞാൻ നടത്തും. ഇല്ലെങ്കിൽ പിന്നെ ബ്രദറിന്റെ ബ്രദറാണെന്നും പറഞ്ഞ് ഞാൻ നടത്തിട്ട് എന്ത് കാര്യം? ബ്രദറിനെ ഞാൻ ബ്രദറെ എന്ന് വിളിച്ചിട്ടുള്ളൂ, എന്നെ കൊണ്ട് തെരുവിളിപ്പിക്കരുത്. ബ്രദർ എന്തായി പറയുന്നത്? ബ്രദർ കാല് പിടിക്കേ, മാപ്പ് പറയേ. എന്തിന്? പറ. എനിക്കെന്റെ ബ്രദറാ വലുത്. ഞാൻ എന്തെങ്കിലുമൊക്കെ വിവരക്കേട് പറഞ്ഞിട്ടുണ്ടെന്ന് കരുതി കൊല്ലിച്ചു. അപ്പൊ ബ്രദറിന് പെണ്ണേട്ടല്ലേ? അയ്യേ, എന്തിന്? ഒരു പെണ്ണ് വേറെ പണിയില്ല. വിശക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്. എന്നാ പോയി എടുത്ത് വെക്കടാ. വാ. കോബ്രകളാണെങ്കിലും ചിലപ്പോഴൊക്കെ നീർക്കോലികളുടെ മനസ്സായിരുന്നു അവർക്ക്. നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുന്ന. ഇതൊക്കെ എന്തിനിവിടെ പറയാൻ പോകുന്നു? അല്ല, ഒരു കണക്ഷൻ കിട്ടിയപ്പോ. ഓ, എന്നിട്ടാ മക്കൾ ഇപ്പൊ എവിടെ ഉണ്ട്? മക്കളാ? കല്യാണം നടന്നല്ലേ മക്കളുണ്ടാവൂ. കോബ്രാസിന്റെ മക്കളുടെ കാര്യമല്ല, കോബ്രാസിന്റെ കാര്യം ചേട്ടൻ ചോദിച്ചത്. ഓ, അവരാ? ആ സംഭവത്തോടെ അവരുടെ കല്യാണത്തിന്റെ ആ സംഗതി നുള്ളിക്കളഞ്ഞു. അല്ല, ആ വിചാരമേ. മാത്രമല്ല, നാണക്കേട് കാരണം ആ നാട്ടിലെ താമസം അവർ അവസാനിപ്പിച്ചു. ഇനി കോയമ്പത്തൂർ പ്രദേശ്, അവിടെ പുതിയ വീട് കണ്ടെത്തണം, പുതിയ ബിസിനസ് തുടങ്ങണം. അതിന്റെ ആദ്യ ചൂടുവയ്പ്പാണ് ഞങ്ങളുടെ ഈ യാത്ര. അവരോട് വിഷമിക്കണ്ടെന്ന് പറയണം. അവർക്ക് കിട്ടും കാണാൻ നല്ല ചേലുള്ള നല്ല 2 സുന്ദരി പെങ്കൊച്ചുങ്ങളെ. ലക്ഷണം കണ്ടിട്ട് പെണ്ണുങ്ങൾ ഇടിവെട്ടാണെന്നാണ് തോന്നുന്നത്. ഇടിവെട്ടാണെങ്കിൽ ഉറപ്പ്, പുറകെ കാറ്റും കോളും കാണും. ജോൺ സാമുവലും മക്കളും. ജഡ്ജപ്പാപ്പിന് പറയാൻ വല്ലോണ്ടേ പറയേ. നേരം കുറെ ആയാലോ ഈ പെങ്കൊച്ചുങ്ങളുടെ ഫോട്ടോ നോക്കി ഇങ്ങനെ നുണയുന്നു. നുണയല്ലടാ ഐസക്കെ, നെയ്യ്, വല നെയ്യ്. നിനക്കൊക്കെ ഇപ്പൊ എന്താ വേണ്ടത്? ഞാൻ എക്സിക്യൂട്ടർ ആയിരിക്കുന്ന സാമുവൽസ് ഹോസ്പിറ്റൽ അടുത്ത ആഴ്ച ലീസിന് കൊടുക്കാൻ ലേലത്തിന് വെക്കുമ്പോ നിങ്ങൾക്ക് കിട്ടണം. അതിനാരൊക്കെയാ നിങ്ങൾക്ക് എതിരാളികളായിട്ട് ലേലത്തിന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നെന്ന് അറിയണം അല്ലേ? പറയാം, പക്ഷെ വേണം. ഒറ്റ നോട്ടത്തിൽ കാര്യമായ എതിരാളികളില്ല. ഒരാളെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ, ജോൺ സാമുവൽ. അങ്ങേരോ? അയാള് പൊട്ടി പാളീസായിരിക്കല്ലേ, ലേലം പിടിക്കാൻ പണം വേണ്ടേ? അതാ പറഞ്ഞത്, ഒറ്റ നോട്ടത്തിൽ എതിരാളികളില്ലാന്ന്. പക്ഷെ അതങ്ങനെ നിസ്സാരമായി കാണണ്ട. പണം ലേലത്തിന് തൊട്ടു മുമ്പ് കെട്ടിയാ മതി, സമയമുണ്ട്. അയാളുടെ കയ്യിൽ ഇനി വിൽക്കാൻ എന്താ ഉള്ളത്? ആ വീട്. അത് വാങ്ങാൻ ആരും വരില്ല.
ഇനി വന്നാൽ വാങ്ങാനും പോണില്ല. അതിനുള്ള പണിയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും നോട്ടവും കിടപ്പും ജോണിന് അനുകൂലമാണ്. ജഡ്ജപ്പാപ്പൻ ജോത്സ്യം പറയാൻ നിൽക്കണ്ട, അറിയാവുന്ന നിയമവശം പറഞ്ഞു തന്നാ മതി. അങ്ങനെ വലിയ നിയമം പറയാൻ ഞാൻ ആര്? ഇതൊക്കെ ഒരു ശീലമല്ലേടോ. ഇല്ലേ, വെറും ഒരു ചൂറ്റാനീസ് വക്കീല് മാത്രമായി എന്നെ നീ അടക്കം എല്ലാരും എന്തേ ജഡ്ജപ്പാപ്പാന്ന് വിളിക്കുന്നു? ജോൺ സാമുവലിന് പണം വരും, അതും അയാളുടെ പെൺകൊച്ചുങ്ങൾ നിമിത്തം. വടക്ക് നിന്നും അയാൾക്കുള്ള പണം വരുന്നുണ്ട്, കൊട്ടക്കണക്കിന്. സൂക്ഷിച്ചോ. ഈശോയെ കാത്തുകൊള്ളണേ. വീട് നോക്കാൻ ആള് വരുന്നു എന്ന് പറഞ്ഞിട്ട് എന്തായിടോ? ആരൊക്കെ കളിക്കുന്നുണ്ട് സാറേ, വരുന്നൊന്ന് പറയുന്നതല്ലാതെ. ആരാ നോക്കി? ഓ, ആ നിങ്ങളോ? വരൂ, ഇരിക്കെ. ഒരിക്കൽ ആശുപത്രിയിലെ ഇലക്കാര്യത്തിൽ നമ്മൾ തമ്മിൽ ചെറിയ മനപ്രയാസം ഉണ്ടായെന്നുള്ളത് സത്യം. ആ വിഷമത്തില് ഞങ്ങൾ എന്തൊക്കെയോ പറയുകയോ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ മറക്കണം. ഇപ്പോ ഈ ലേലത്തിൽ സാറ് പങ്കെടുക്കുന്നുണ്ടോന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ ഒരു മത്സരം വേണ്ട, നമുക്ക് ഒരുമിച്ച് പോവാം. അതെങ്ങനെയാടോ കുറുക്കനും കുരങ്ങനും കൂടെ പങ്കുവച്ചോടം ചെയ്യണത്? അയ്യോ സോറി, ഈ കുരങ്ങൻ ഉദ്ദേശിച്ചത് എന്നെ തന്നെയാ. വാശിക്കാരനാണ് നീ. ഈ മർക്കടമുഷ്ടി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതാ. ശരി, വേണ്ട. കച്ചവടത്തിൽ പങ്കും കൂട്ടും വേണ്ട, പക്ഷെ ജീവിതത്തിലാകാമല്ലോ. അതുകൂടി നേരിട്ട് പറയാനാ വന്നത്. ഞങ്ങൾക്ക് സാറിന്റെ മക്കളെ വിവാഹം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ബന്ധുബലം ഒരു ബലം തന്നെ ഞങ്ങൾക്കും സാറിനും. അതൊന്നും വേണ്ട. നിങ്ങളായി നിങ്ങളുടെ പാടായി. എന്നെ വിട്ടേക്ക്, എൻ്റെ മക്കളെയും. സാർ അത് പ്ലീസ്. ഗുഡ് നൈറ്റ്. സാറാ ലേലം പിടിക്കുന്നുണ്ടോ? എവിടെ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നടക്കില്ല. പണം വേണ്ടോടൂ. വരും സാറേ, പണം വരും. സ്റ്റോപ്പ് പ്ലീസ്, സ്റ്റോപ്പ് പ്ലീസ്. ഓ, വെർ ഇസ് ദ ബ്രേക്ക്? എന്താ ബ്രദർ? ഒരു ചായ കുടിച്ചാലോ? ഓക്കെ. അച്ഛൻ 2 സ്ട്രോങ് ടീ, അതിലൊന്ന് ലൈറ്റ്. ആ ലൈറ്റ് അത്ര അങ്ങോട്ട് ലൈറ്റ് ആക്കണ്ട, കുറച്ച് കിടപ്പം കുറഞ്ഞോട്ടെ. യാ സ്ട്രോങ് ആയിട്ട് ലൈറ്റ്, ലൈറ്റ് ആയിട്ട് സ്ട്രോങ്. ചേട്ടാ, ഇവിടുന്ന് കോയമ്പത്തൂർക്ക് ഒരു എത്ര കിലോമീറ്റർ വരും? കാറിലോ ബസ്സിലോ? ജീപ്പില്. ജീപ്പിലാണെങ്കിൽ 50 കിലോമീറ്ററോളം വരും. ഓഹോ, കാറിലാണെങ്കിലോ? കൂടും, 60ഓളം വരും. ഓ, ജീപ്പിന് വന്നത് നന്നായി അല്ലേ ബ്രദറെ? പോലെ വണ്ടി വിടല്ലേ ബ്രദറെ, എങ്ങോട്ടാ? നിർത്ത് നിർത്ത്, നിർത്താൻ. വണ്ടി നിർത്ത്, നിർത്താൻ. വണ്ടി നിർത്ത്. ഇങ്ങോട്ട് മാറാൻ വേണ്ടി. അതന്നെടാ. അതെ, എന്താ എന്താടോ? ആള് മാറിപ്പോയി. താൻ ഉദ്ദേശിച്ച ആളല്ല ഞാൻ. ഇയാക്കെന്താ പ്രാന്താണോ? അയ്യേ, സോറി. വെറുതെ മനുഷ്യനെ കിടത്താൻ. എന്താ ബ്രദറെ പ്രശ്നം? അത് വേറൊരാളാണെന്ന് കരുതി. ഇത്രയും കാലമായിട്ടും ബ്രദറിന് ഇത് മതിയായില്ലേ? ബ്രദറിന് വേറെ പണിയൊന്നുമില്ലേ? ബ്രദർ പോ. എത്ര മാഷേ? 10 രൂപ. ബ്രദർ എങ്ങോട്ടാ? ചായയുടെ കാശ് കൊടുക്കാൻ. വേണ്ട, ഞാൻ കൊടുത്തോളാം. കുഴപ്പമില്ല, ഞാൻ കൊടുത്തോളാം. ചായ കുടിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തോളാം കാശ്. എന്നാലേ ചായക്ക് ഓർഡർ കൊടുത്ത് ഞാൻ കൊടുത്തോളാം. വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ല. വെറുതെ പ്രശ്നം ഉണ്ടാക്കണം. ഇതെന്റെ അപമാനത്തിന്റെ പ്രശ്നമാണ്. അതെ, അപമാനത്തിന്റെ അല്ല, അഭിമാനത്തിന്റെ. അത് പറയണ്ട. ഞങ്ങള് ബ്രദേഴ്സ് തമ്മിലുള്ള പ്രശ്നത്തിൽ താൻ ഇടപെടണ്ട കേട്ടോ. എന്താ ബ്രദറെ, ബ്രദറിന് കാശ് കൊടുക്കണോ? ബ്രദറിന്റെ വാശിയല്ലേ, കൊടുത്തു. ബ്രദറിന് വിഷമായോ?
തരുവേ. എന്നല്ലേ താൻ പറഞ്ഞത്? അത് ചായയുടെ ഈ കട തല്ലി പൊളിച്ചതിന്റെ കാശാണ് തരും. അതെത്ര? അത് 3500. അത് ബ്രദർ തരും. ഞാനാ എന്തിന്? ബ്രദറിലെ പ്രശ്നം തുടങ്ങി. ബ്രദറിലെ പ്രശ്നം മനസ്സിലാക്കിയത് ഞാനും കൊടുക്കുന്നില്ല. കൊടുക്കൂലേ? കൊടുക്കൂല കൊടുക്കൂലേ? കൊടുക്കൂല കൊടുക്കും. പക്ഷെ അടുത്ത പ്രശ്നത്തിന് ബ്രദർ കൊടുത്തോളാം. ഉറപ്പാണല്ലോ? ഉറപ്പ്. അല്ല പിന്നെ ഇത് എന്റെ അപമാനത്തിന്റെ പ്രശ്നം. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലടോ. അയ്യോ പിന്നെ അതാ കറക്റ്റ്. 1 2 3 4